പാദയാത്രയ്ക്കെല്ലാം. ഒരുപാടെങ്കിലും പാദയാത്രയ്ക്കൊക്കെ നടക്കുന്നതുകൊണ്ട് നമ്മൾ പാദയാത്രയ്ക്ക് പോകുന്നു. ഈയോടെ നമ്മുടെ കഥ നമ്മൾ 108 ഉറങ്ങുന്നുണ്ടെങ്കിൽ നമ്മള് ഗുരാരിജാതിരന്മാരി കഥകളത്തിൽ ശബ്ദം ഉണ്ടാക്കി അവനങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് നടപ്പായി ചെമ്മായി കഴിവ് പെണ്ണുങ്ങളെ കുറിച്ച് പറയുന്നത് ചെറുപ്പത്തി കരണം അടിച്ചു പോയതാണ് എന്റെ കാരണം ഒറ്റ അടിച്ചു പോയതാണ് എന്റെ പിന്നെ ജീവിതം സംസാരിക്കരുത് നമ്മുടെ കഴിവ്. അമ്മച്ചികളെല്ലാം ഇങ്ങനെ തൂങ്ങി വാരി കിടക്കുക. അതുകൊണ്ട് അവർക്ക് അഭിനയിക്കല്ല അവളായി മുനീർക്കയുടെ തേവിളിക്കായിട്ട്. മുനീർക്കയുടെ തേവിളിക്കയുടെ ശൈലപ്രകൃതിയല്ല അത്. മുനീർക്കയുടെ തേവിളിച്ചിയുടെ കുറിച്ചിരിക്കുക. മുനീർക്കയുടെ തേവിളിച്ചി തുണിയില്ലാതെ കാല് കവച്ച് കിടന്നുറങ്ങുന്ന തേവിളിച്ചിയുടെ കുറിച്ച്. കാല് കവച്ച് കിടന്നവളിങ്ങനെ ബുക്ക് വളർന്ന് വായിക്കുക. കളിയിലൊന്നും ഇല്ലാതെ വഴയിലോട്ടെല്ലാം കയറ്റി വെച്ച് ആണുങ്ങളെ കാണിക്കാൻ എന്താ സ്വഭാവം. ആർക്കും ഇല്ലാത്ത പോലെ ഉണ്ടോ എല്ലാം ലൂസ് അങ്ങനെ അച്ഛൻ വരെ കാണാൻ വേണം അതിനകത്തൂടെ തിരിച്ച് തലകുത്തി ഇങ്ങനെ നടക്കാൻ കണ്ടതുകൊണ്ട് കാര്യങ്ങൾ തലകുത്തിയോടെ അത് കണ്ടിട്ട് എന്ത് കാണാത്തത് എന്നിട്ട് എല്ലാം ലൂസ് ഇങ്ങനെ ഒത്തിരി എണ്ണത്തിനെ കയറ്റി ഇറക്കിയത് കാരണം ഭയങ്കര ലൂസാണ്. അത് മാത്രമേ അവർക്ക് ജോലി ഉണ്ടായിരുന്നു. അതായിരുന്നു ജോലി. ഇങ്ങനെ ഇൻഷുറൻസ് ലൂക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെ കിടന്നുകൊടുപ്പായിരുന്നു ജോലി എന്ന് തോന്നി. ഇൻഷുറൻസ് ലൂക്ക് ചെയ്യാൻ കിടന്നുകൊടുപ്പ്. മുക്കുവിന്റെ അച്ഛനായിരിക്കും മുക്കുവിന്റെ അമ്മ എങ്ങനെയായിരിക്കും മുക്കുവിന്റെ അമ്മയുടെ കൂടെ പോയത്. ഇങ്ങനെ കിടക്കുന്നത് കണ്ട് കൂടെ പോയതാണ്. അതുകൊണ്ടായിരിക്കും മുക്കും അങ്ങനെ പോകുന്നില്ലായിരിക്കും പോയത്. അതെന്താന്ന് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. മുക്കുവിന്റെ അച്ഛൻ ഇങ്ങനെ മുക്കുവിന്റെ അമ്മയുടെ കൂടെ പോയ തുണിയില്ലാതെ ഒന്നുകൊണ്ടായിരിക്കും. ആണോ? അങ്ങനാണോ? അതുകൊണ്ടാണ് മുക്കും അങ്ങനെ പോകുന്നു പറഞ്ഞാൽ ഇവടന്മാരെല്ലാം മുക്കുവിന്റെ മുന്നിൽ തുണിയില്ലാതെ നടക്കുന്നു. തുണിയില്ലാത്ത അയക്കാണ്ട് നടക്കുന്നത്. ആണാടി തുണിയില്ലാത്ത അഴിഞ്ഞാട്ടം. തുണിയില്ലാത്ത അഴിഞ്ഞാട്ടം നടത്തുക. തുണിയില്ലാത്ത അഴിഞ്ഞാട്ടം. അവിടെ തുണിയില്ലാത്ത അഴിഞ്ഞാട്ടം. ഇന്ത്യയിൽ നിയമമൊക്കെ ഉണ്ട്. ഇന്ത്യയിൽ നിയമം കേട്ടോ. നിയമം കൂടുതൽ എന്ത് തെന്മാടിത്തരമാണ് പെണ്ണുങ്ങളെ എഴുതാമെന്നൊന്നും വിചാരിക്കണ്ട കേട്ടടാ. കേട്ടടാ മുരാജിങ്ങൾ തെന്മാടി. നീ എന്ത് തെന്മാടിത്തരം ഏതായാലും എന്ത് തെന്മാടിത്തരം കാണിക്കാൻ വരാമെന്ന് വിചാരിക്കണ്ട. ഇന്ത്യ മഹാരാജ്യത്ത് നിയമവാഴ്ചയൊക്കെ ഉണ്ട്. നിയമവാഴ്ചയുണ്ട് കേട്ടടാ. സുപ്രീം കോടതി വിചാരിച്ച ആളുകളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നിയമത്തിൽ കൂടെ പറ്റത്തുള്ളൂ കേട്ടോ. അതാ നിയമം എന്ന് പറയുന്നത്. ഇതൊക്കെ തോന്നിയവാസങ്ങൾ കേട്ടടാ. നിയമത്തിനെ കുറിച്ച് നല്ല ശരിക്കും അറിഞ്ഞാൽ കൊള്ളാം. അറിയുന്നത് നല്ലതാണ്. ലോ എങ്ങനെയാണെന്ന് ശരിക്കും അറിയുന്നത് നല്ലതാട്ടോ. കണ്ടവരെയൊന്നും വയസ്സിനകത്തൊന്നും കയറി കളിക്കല്ലേ കഥന്മാരി കേട്ടോ. കണ്ടവരുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റിനകത്തൊന്നും കയറി നീയൊന്നും കളിക്കണ്ട കേട്ടോ. കൂടുതല് ഞങ്ങളുടെ കാര്യം നോക്കി ഇരുന്നാൽ മതി കേട്ടോ. നീയൊന്നും എന്റെ ഫോണും എന്റെ വൈഫൈയും അതിനൊന്നും നീയൊന്നും കൺട്രോൾ ചെയ്യണ്ട കേട്ടോ. ഞങ്ങളുടെ മക്കളെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല 18 വയസ്സ് കഴിഞ്ഞാല്.
അതിന് മുന്നേ പറ്റത്തില്ല. നീ ഒന്നും വിചാരിക്കുന്നതല്ല നിയമം. മര്യാദയുടെ ഇതുണ്ട്. മര്യാദ പാലിച്ചാൽ മതി. ഏതവളായാലും ഏതവനായാലും മര്യാദ ചെയ്താൽ മതി. ഈ വൈദ്യം വാങ്ങിക്കൊണ്ടിരുന്നാൽ മതി. കേരളം മുതുകിളവൻ മുരാരിക്കാരൻ നിന്റെ ഇതിലേക്ക് കേരള കണക്ക് സ്ത്രീകൾക്ക് വരണമെങ്കിലേ ഈ കൂടുതലൊന്നും ഇങ്ങോട്ട് എടുക്കണ്ട. പഴന്മാരെ കൂട്ടി കഴിയുമ്പോൾ അവന് കുറെ വർഷമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കുറെ ഇൻഷുറൻസ് ഒക്കെ യൂസ് ചെയ്യാൻ മെയിൻ്റെനൻസ് ആണ് പറഞ്ഞുകൊണ്ട് കുറെ പരിപാടിയുണ്ട്. അത് നടത്തുക ഇപ്പോൾ അതൊക്കെ പുതിയ പരിപാടിയൊക്കെ കേരള ഗവൺമെന്റ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇവർക്ക്. അതൊക്കെ നടത്തിയതൊക്കെ കണ്ടാൽ മനസ്സിലാവും. എന്റെ വണ്ടി കേടായോടാ അമ്മമാര് വന്നു കഴിഞ്ഞിട്ടുണ്ട്. അമ്മമാര് വണ്ടിയൊക്കെ കേടാക്കി നിനക്ക് കാശൊക്കെ വാങ്ങിച്ചു തരും. നല്ല ഇതാ വണ്ടി കേടാക്കി പോത്തിടിച്ച് മറ്റേടിച്ചെന്നൊക്കെ പറഞ്ഞ് നിനക്ക് പൈസയൊക്കെ വാങ്ങിച്ചു തരും അമ്മമാര്. പോത്തിടിച്ചു മറ്റേടിച്ചു പല രീതിയിൽ ഇൻഷുറൻസ് യൂസ് ചെയ്യുന്ന വഴികളുണ്ട്. അതൊക്കെ അമ്മക്ക് അറിയാമല്ലോ. നീ പിന്നെ പോയി കുറച്ച് നാൾ ആശുപത്രി കിട. നീ മുഴുക്കനായിരിക്കും. അതൊക്കെ നമ്മൾ നീ പോയി കിടാം കേട്ടോ. അങ്ങനെ നീ കാശിനെ ആദ്യം തീർക്കും. നീ നിന്റെ പെണ്ണുമ്പിടെ എല്ലാവരും കൂടെ പോയി കിടക്കും. പിന്നെ നിന്റെ മോനാണെങ്കിൽ വികലാംഗനാണല്ലോ. നിന്റെ മോന് ഒരു കാലില്ലല്ലോ. അതുകൊണ്ട് അവനെയും കൂടെ കൊണ്ടുപോയി നല്ല കാശ് കിട്ടും. നല്ല കാശിനുള്ള വകുപ്പുണ്ടല്ലേ നിന്റെ. ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ആക്കി കാശൊന്നും അടിക്കണ്ട. നിങ്ങൾക്ക് ഞങ്ങളെ കാലൊക്കെ നേരെ വേണം കേട്ടടാ. ഞങ്ങൾക്ക് ഞങ്ങളുടെ കാലൊക്കെ മര്യാദയ്ക്ക് വേണം. ലൊക്കേഷൻ എനിക്ക് അങ്ങനെ ലൊക്കേഷൻ മാറുമോ? മാറും ലൊക്കേഷൻ. നിയമം എടുക്കുന്നത് വാടകക്കാരോട് ഇങ്ങനെ പെരുമാറുന്നതിനൊക്കെയുള്ള നിയമമുണ്ട്. നിയമം ചട്ടമൊക്കെ ഉണ്ട് കേട്ടോ. നീ കൂടുതൽ നിന്ന് കയറി ഇങ്ങോട്ട് കയറി ഭരിക്കാൻ പറ്റില്ല. ഈ വാടക വാങ്ങിച്ചത് മര്യാദ ചെയ്താൽ മതി. മുരാരിയിലാറ് ഈ വാടക വാങ്ങിച്ചത് മര്യാദ ചെയ്താൽ മതി കേട്ടോ. നീ ഇതിനകത്തൊക്കെ ബിൽഡിംഗ് പോലീസ് അത്യാവശ്യം അടിക്കാനുള്ള നിയമമൊന്നും നിനക്കില്ല കേട്ടോ. വെമ്മായി കണ്ടെടുത്തുകൊണ്ട് വരുന്ന പെണ്ണുങ്ങളെ കൊണ്ടൊക്കെ കയറാനുള്ള നിയമവും നിനക്കില്ല കേട്ടോ. നീ വാടക വാങ്ങിച്ചാൽ മതി. അല്ലാതെ നീ കൂടുതൽ പോലീസ് അത്യാവശ്യം മറ്റേതൊന്നും എന്റെ ഫ്ലാറ്റിനകത്ത് കഴിക്കണ്ട. കൂടുതൽ സാമർഥ്യമൊന്നും ഇങ്ങോട്ട് എടുക്കണ്ട. നിന്റെ സാമർഥ്യം കണ്ടവരൊന്നും ഇങ്ങോട്ട് ഭരിക്കാൻ വരണ്ട. ഡ്രാമയൊക്കെ കൈ വെച്ചിരുന്നാൽ മതി. റിലേഷൻഷിപ്പ് ഡ്രാമയും മാരേജ് ഡ്രാമയും ഒക്കെ കൈ വെച്ചിരുന്നാൽ മതി. ഇങ്ങോട്ട് എടുക്കണ്ട ഡ്രാമാസൊന്നും. ഡ്രാമാസൊന്നും ഇങ്ങോട്ട് എടുക്കണ്ടേ. കൂടുതൽ ഡ്രാമയും റൂമായും ഇതിന്റെയൊക്കെ ഡ്രാമ. പുള്ളിക്ക് അമ്മയുടെ എന്തെങ്കിലും തൂങ്ങുന്ന രീതിയിലുള്ള ശരീരപ്രകൃതിയ തൂങ്ങുന്ന. ഇങ്ങോട്ട് എടുക്കണ്ട. തൂങ്ങുന്നവളെ എടുത്ത് കൊണ്ടുപോയി ഇതാക്കിയാൽ മതി. ഇങ്ങോട്ട് 102 കയറി 106 കളിച്ചാൽ മതി. ഇതൊക്കെ ഇങ്ങോട്ടും തോന്നിക്കാത്തൊന്നും അടിച്ച് ഞങ്ങളെ തൂക്കാനും വരണ്ട. ഈ വയസ്സടിക്കേണ്ട ദേഹമൊന്നും തൂക്കാനും ചോദിക്കാനൊന്നും നടക്കണ്ട. ഈ വയസ്സടിക്കേണ്ട ദേഹം എങ്ങനെയുള്ളതിന്റെ തെളിവുണ്ടല്ലേ. കൂടുതലൊന്നും ഇങ്ങനെ അടിച്ചു പറിച്ച് ഒരു നേരം ആഹാരം കഴിക്കുന്ന ഈ വയസ്സടിക്കേണ്ട ദേഹം ഇങ്ങനെ വീർപ്പിക്കാനൊന്നും നടക്കണ്ട. നമ്മൾ ഈ കേരളത്തിൽ മീൻ വറുത്തതും 5 ആറ് മീൻ വറുത്തതും ബീഫ് ഫ്രൈയും മീൻ കറിയും ചിക്കൻ കറിയും എല്ലാം തിന്ന് നടക്കുമ്പോഴും ഇതിനെക്കാട്ടി മെലിഞ്ഞിട്ടായിരുന്നു. ബീഫ് ഫ്രൈ ഒക്കെ ദിവസവും നിന്നത് നടക്കുമായിരുന്നു എറണാകുളത്ത്. ബീഫ് ഫ്രൈ ഒക്കെ ഒരു കുഴപ്പമില്ല. ദിവസം ബീഫ് ഫ്രൈയും എണ്ണയിൽ പൊരിച്ച മുട്ട പോണ്ട എന്ന് വേണ്ട ഉഴുന്ന് വട എല്ലാം നല്ല ശരിക്ക് തിന്നോണ്ടാണ് നടന്നത്. 10 ഒന്നും ഇല്ല. മണി ഇന്ത്യയുടെ നാട്ടിൽ നിന്റെ നോർത്ത് ഇന്ത്യൻ നാട്ടിലൊന്നും ഇതൊന്നും ഇല്ല. ഒന്നും ഇല്ല നിന്റെ നോർത്ത് ഇന്ത്യയിൽ കേട്ടോ. അതേമാടി നിന്റെ നോർത്ത് ഇന്ത്യൻ